വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇതാണ് നമ്മുടെ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ശ്വസനവും വിസർജനവും എന്ന് പറഞ്ഞ വലിയ പാഠഭാഗത്തില് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് നേടിത്തരാൻ പോകുന്ന ഒരു 20 മാർക്കോളമാണ്. കാരണം സ്ഥിരമായിട്ട് ക്രിസ്മസ് എക്സാമിനും ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്രധാന മെയിൻ എക്സാമിനും വരാൻ പോകുന്ന സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന ഒരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം എക്സ്ക്രീഷനിൽ വളരെ പ്രധാനപ്പെട്ട, വിസർജനത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് 3 ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ്, ഫ്ലോ ചാർട്ട്സ്, ഇല്ലസ്ട്രേഷൻസ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് മക്കളെ, ഒരു ഫ്ലോ ചാർട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇല്ലസ്ട്രേഷൻ ആയിട്ടോ തന്നിട്ട് നിങ്ങളോട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് തന്നിട്ട് സബ് ക്വസ്റ്റ്യൻ അയച്ച് 3 മാർക്കിനും ചോദിക്കുന്ന സ്ഥിരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്, യൂറിയ ഫോർമേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂറിയ സിന്തസിസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് മക്കളെ യൂറിയ ഉണ്ടാവുന്നത്? അതിൽ ഒന്നാമത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ വിഘടനം മൂലം ഉണ്ടാകുന്ന അമോണിയ, പ്രോട്ടീന്റെ മെറ്റബോളിസം മൂലം ഉണ്ടാവുന്നത് എന്ത്, നമ്മുടെ അമോണിയ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ഒന്നാമത് ചിലപ്പോൾ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക എങ്ങനെ അമോണിയ ഉണ്ടാകുന്നു എന്നാണ്. നമ്മുടെ ശരീരത്തിൽ അമോണിയ ഉണ്ടാകുന്നത് പ്രോട്ടീൻ മെറ്റബോളിസം വഴിയാണ്. ആ ഒരു ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. രണ്ടാമത്തെ കാര്യം, ഹൈലി ടോക്സിക് ആയതുകൊണ്ടാണ് നമ്മൾ ഈ അമോണിയനെ എന്താക്കി മാറ്റുന്നത്, ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആക്കി മാറ്റുന്നത്. ഓക്കെ, അതായത് വിഷാംശം കൂടിയതാണ് നമ്മൾ ഈ പറയുന്ന അമോണിയ എന്ന് പറയുന്നത്. ഈ വിഷാംശം കൂടിയ അമോണിയനെ കുറഞ്ഞ വിഷാംശമുള്ള യൂറിയ ആക്കി മാറ്റുകയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സിലൂടെ നടക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. എന്തിന് അമോണിയനെ യൂറിയ ആക്കി മാറ്റുന്നു? അമോണിയ കൂടിയ ഹൈ ടോക്സിക് ആണ്, കൂടിയ വിഷാംശമുള്ളതാണ്, അതിനെ ലെസ് ടോക്സിക് ആക്കി മാറ്റുകയാണ് എന്ത്, ഈ ഒരു പ്രോസസ്സ് വഴി നമുക്ക് ചെയ്യുന്നത്. അമോണിയ നമ്മുടെ രക്തത്തിലോ കിഡ്നിയിലേക്കോ ചെന്നാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ ലഘൂകരിക്കാൻ വേണ്ടി, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആക്കി മാറ്റുന്നത്. ഇനി മൂന്നാമത്തേത്, ഇത് എങ്ങനെ മാറ്റുന്നു? ഈക്വേഷൻ ആണ് നിങ്ങൾ പഠിക്കുന്നത്. അമോണിയയുടെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അതുപോലെ തന്നെ എൻസൈമുകളും അമോണിയയുടെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എൻസൈമുകളും പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് യൂറിയയാണ്. അപ്പൊ അമോണിയയുടെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എൻസൈമുകളും കൂടെ ആക്ട് ചെയ്തുണ്ടാകുമ്പോൾ അവിടെ യൂറിയ ഉണ്ടാകുന്നു. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് ക്രിസ്മസ് എക്സാമിനും അതുപോലെ തന്നെ മെയിൻ എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ യൂറിയ സിന്തസിസ് പഠിച്ചു വെക്കാം. അമോണിയ ഉണ്ടാവുന്നത് നമ്മുടെ പ്രോട്ടീൻ വിഘടനത്തിലൂടെയാണ്. യൂറിയ ലെസ് ടോക്സിക് ആണ്. ഇത് നടക്കുന്നത് എവിടെ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് നടക്കുന്നത് എവിടെ എന്നാണ്. ഇത് നടക്കുന്നത് നമ്മുടെ ലിവർ, കരളിലാണ്. നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് യൂറിയ സിന്തസിസ്, യൂറിയ നിർമ്മാണം നടക്കുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു ഫിഗറിൽ, ഈ ഒരു ഇല്ലസ്ട്രേഷനിൽ പഠിക്കുന്നത്. ഫ്ലോ ചാർട്ട് ആയിട്ടും ഇല്ലസ്ട്രേഷൻ തന്നിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു 3 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിക്കാം. രണ്ടാമത്തേത് കിഡ്നി ആൻഡ് അസോസിയേറ്റഡ് പാർട്സ്, വൃക്കയും അനുബന്ധ ഭാഗങ്ങളുമാണ് മക്കളെ. ഈ ചിത്രം സ്ഥിരമായിട്ട് ചോദ്യം വന്നിട്ടുള്ളതാണ്. അതായത് നമ്മുടെ കിഡ്നീന്റെ ഈ ഒരു പിക്ചർ തന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. അതല്ലെങ്കിൽ ഈ ഒരു ചിത്രം തന്നിട്ടും ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് കിഡ്നിയും കിഡ്നിയുടെ അസോസിയേറ്റഡ് പാർട്സുമാണ്. നമുക്ക് പെയർ ഓഫ് കിഡ്നി, 2 കിഡ്നി ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള കിഡ്നികളുണ്ട്. ആ കിഡ്നിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ യൂറട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, യൂറട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂറട്ടർ എന്ന് പറയും നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മൂത്രവാഹി എന്ന് പറയാം. യൂറട്ടർ അല്ലെങ്കിൽ മൂത്രവാഹി എന്ന് പറയാം. ഈ യൂറട്ടിൽ നിന്ന് നേരെ യൂറിൻ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ യൂറിനറി ബ്ലാഡറിലേക്കാണ്. യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രാശയത്തിലേക്കാണ്. അവിടെ നിന്ന് യൂറിൻ പോകുന്നത് മൂത്രനാളി വഴി പുറത്തേക്കാണ്. മൂത്രനാളി എന്ന് പറഞ്ഞാൽ യൂറത്ര വഴി പുറത്തേക്ക്. ക്ലിയർ ആയോ? അപ്പൊ കിഡ്നിയിൽ നിന്ന് പോകുന്ന യെല്ലോ ട്യൂബ്യൂളിനെ നമ്മൾ പറയുന്നത് മൂത്രവാഹി, യൂറട്ടർ. അവിടെ നിന്ന് യൂറിൻ സ്റ്റോർ ചെയ്യുന്നത് യൂറിനറി ബ്ലാഡർ, മൂത്രാശയം. പിന്നെ പുറത്തോട്ട് കളയുന്നത് മൂത്രനാളി അല്ലെങ്കിൽ യൂറത്ര വഴിയാണ്. ഇത് കൂടാതെ നമ്മുടെ കിഡ്നിയിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന റെഡ് ബ്ലഡ് കളറിലുള്ള ബ്ലഡ് വെസൽ ഉണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്നതാണ് വൃക്കാധമനി അല്ലെങ്കിൽ റീനൽ ആർട്ടറി എന്ന് പറയുന്നു.
റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനി എന്ന് പറയുന്നു. കിഡ്നിയിൽ നിന്ന് തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നതാണ് എന്ത്? റീനൽ വെയിൻ അല്ലെങ്കിൽ വൃക്കാസിര എന്ന് പറയുന്നത്. അതാണ് ഈ ബ്ലൂ കളറിൽ കാണുന്നത്. അപ്പൊ ബ്ലൂ കളറിലുള്ളത് റീനൽ വെയിൻ വൃക്കാസിര, റെഡ് കളറിൽ കാണുന്നത് റീനൽ ആർട്ടറിയാണ്, വൃക്കാധമനിയാണെന്ന് പഠിച്ചു വെക്കുക. ഇത്രയും ഭാഗമേ ഇവിടെ പഠിച്ചു വെക്കാനുള്ളൂ. ഇനി കിഡ്നീന്റെ ഉള്ളിലേക്ക് നമ്മൾ ക്രോസ് സെക്ഷണൽ വ്യൂയിലേക്ക് എടുത്തുകൊണ്ട് വന്നാൽ ഇതിനെ രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. പുറമേ കാണുന്നതാണ് ലൈറ്റ് കളേർഡ് ഇളം നിറത്തിലുള്ള കോർട്ടക്സ്, ഏറ്റവും ഉള്ളിലേക്ക് കാണുന്നതാണ് ഇരുണ്ട ഭാഗത്തുള്ള അല്ലെങ്കിൽ ഇരുണ്ട നിറമുള്ള ഡാർക്ക് കളർ ആയിട്ടുള്ള മെഡുല്ല. ഓർത്ത് വെക്കുക, കിഡ്നീന്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് പുറമേ കാണുന്ന ഭാഗമാണ് നമ്മുടെ കോർട്ടെക്സ് എന്ന് പറയുന്നത്, അകത്ത് കാണുന്ന കടും നിറത്തിലുള്ള ഭാഗമാണെന്ത്? മെഡുല്ല എന്ന് പറയുന്നത്. ക്ലിയർ? ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ നെഫ്രോൺ ട്യൂബുലുകൾ കാണുന്നത്. ക്ലിയർ? ഏകദേശം 12 ലക്ഷത്തോളം നെഫ്രോണുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ 2 ഡയഗ്രാം നിങ്ങൾ പഠിക്കണം. 4 മാർക്കിന്റെ ചോദ്യമായിട്ടും ഈ ഒരു ചിത്രം വന്നിട്ടുള്ളതാണ്. ക്ലിയർ? നോക്കി എടുത്ത് വരച്ചിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ചോദ്യം വന്നിട്ടുള്ളതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം 3 മാർക്കിനും 4 മാർക്കിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇപ്പോഴും കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണത് യൂറിൻ ഫോർമേഷൻ അല്ലെങ്കിൽ മൂത്രം രൂപപ്പെടൽ. ഇത് പഠിക്കാൻ ആകെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റെപ്പ് മാത്രമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൾട്രാ ഫിൽട്രേഷൻ ആണ്. അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സൂക്ഷ്മ അരിക്കൽ എന്ന് നമ്മൾ പറയും. സൂക്ഷ്മ അരിക്കൽ. രണ്ടാമത്തെ ഘട്ടമാണിത് റീ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. റീ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ പുനരാകിരണം എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് സെക്രീഷൻ, സ്രവണം. യൂറിൻ ഫോർമേഷൻ അല്ലെങ്കിൽ മൂത്രം രൂപപ്പെടുന്നതിന് നിങ്ങൾ പഠിക്കേണ്ട 3 പ്രധാന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് അൾട്രാ ഫിൽട്രേഷൻ സൂക്ഷ്മരിക്കൽ, റീഅബ്സോർപ്ഷൻ പുനരാകിരണം, സെക്രീഷൻ ശ്രവണമാണ്. ഇതിൽ അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോമറുലസിൽ വെച്ചിട്ടാണ്. പുനരാകിരണവും ശ്രവണവും നടക്കുന്നത് റീനൽ ട്യൂബ്യൂൾ വൃക്കാനളികയിൽ വെച്ചിട്ടും. ക്ലിയർ? റീനൽ ട്യൂബ്യൂളിലും വൃക്കാനളികയിൽ വെച്ചിട്ടാണ്. ഇനി എങ്ങനെ ഈ പ്രോസസ്സ് നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അൾട്രാ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ. ഇതിൽ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോമറുലസ്, അതായത് നമ്മുടെ ബൗമാനസ് ക്യാപ്സ്യൂളിലേക്ക് നിങ്ങൾക്ക് കാണാം അഫറൻ വെസൽ വരുന്നുണ്ട്. ഈ അഫറൻ വെസൽ ചെറിയ ചെറിയ ബ്ലഡ് കാപ്പിലറി ആയി മാറുന്നു. ആ ചെറിയ കാപ്പിലറി ആകുമ്പോൾ അവിടെ ഒരു പ്രഷർ വരുന്നു, ഒരു മർദ്ദം വരുന്നു. ആ മർദ്ദത്തിന്റെ ഫലമായി ഇതിലൂടെ പോകുന്ന രക്തത്തിലുള്ള വേസ്റ്റുകളൊക്കെ ഈ ബൗമാനസ് ക്യാപ്സ്യൂളിലേക്ക് എന്ത് ചെയ്യും? സൂക്ഷ്മമായി അരിക്കപ്പെടും. അതിനെയാണ് നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ സൂക്ഷ്മ അരിക്കൽ എന്ന് പറയുന്നത്. ആ വേസ്റ്റുകൾ കളഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റുകൾ അരിച്ചു കഴിഞ്ഞ രക്തം എന്തു ചെയ്യുന്നു? ഈ പറയുന്ന റീനൽ ആർട്ടറിയിലൂടെ ഇതുപോലെ ചുറ്റി കടക്കും. ക്ലിയർ? അത് റീനൽ ട്യൂബ്യൂളിന് ചുറ്റുമാണ് കിടക്കുന്നത്. മാത്രമല്ല ഈ വേസ്റ്റുകൾ സ്വീകരിച്ച് വരുന്നത് എങ്ങോട്ടേക്കാ? ഈ റീനൽ ട്യൂബ്യൂളിലേക്ക്, വൃക്കാനളികയിലേക്കാണ്. അപ്പോൾ വേസ്റ്റുകൾ റീനൽ ട്യൂബ്യൂളിലേക്ക് വരുമ്പോൾ അവിടെ അൾട്രാ ഫിൽട്രേഷൻ കഴിഞ്ഞു, സൂക്ഷ്മ അരിക്കൽ കഴിഞ്ഞു, വേസ്റ്റുകൾ ഇവിടെയും വന്നു, ബ്ലഡ് എന്ത് ചെയ്തു? റീനൽ ആർട്ടറിയിൽ വന്നു. ഇനി എഫറൻ വെസലിലേക്ക് പോയി. ഈ പറയുന്ന റീനൽ ട്യൂബ്യൂളിലേക്ക് വന്ന വേസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യും? ചില സമയത്ത് നമ്മുടെ രക്തത്തിൽ ആവശ്യമുള്ള സാധനം കൂടെ ഈ റീനൽ ട്യൂബ്യൂളിലേക്ക് അല്ലെങ്കിൽ വൃക്കാനളികയിലേക്ക് പോയിട്ടുണ്ടാകും. അതിനെ തിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് റീനൽ ട്യൂബ്യൂളിൽ നടക്കുന്നത്. അതാണ് റീഅബ്സോർപ്ഷൻ. ഗ്ലോമറൽ ഫിൽട്രേറ്റിൽ നല്ല സാധനങ്ങൾ, അതായത് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ഒക്കെ പോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സാധനങ്ങളും കൂടി ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ റീഅബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് റീനൽ ട്യൂബ്യൂളിൽ നടക്കുന്നത്. ഇവിടെ നോർമൽ ഡിഫ്യൂഷൻ വഴി വേസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീനൽ ട്യൂബ്യൂളിലേക്ക് പോകും. നല്ല സാധനം എന്തുണ്ടെങ്കിൽ അത് റീഅബ്സോർബ് ചെയ്യുകയും നടക്കുന്നത് ഈ റീനൽ ട്യൂബ്യൂളിൽ വെച്ചിട്ടാണ്, വൃക്കാനളികയിൽ വെച്ചിട്ടാണ്. ആൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? സെക്രീഷൻ നടക്കുന്നു. എക്സസ് കമ്പോണന്റ് റീറ്റെയിൻ ഇൻ ദ ബ്ലഡ് ആർ സെക്രീറ്റഡ് ഇൻ ടു റീനൽ ട്യൂബ്യൂൾ. സെക്രീഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ അവിടെ പറഞ്ഞ കാര്യം. രക്തത്തിൽ എന്തെങ്കിലും ഇനിയും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ബാക്കി എങ്ങോട്ടേക്ക്? റീനൽ ട്യൂബ്യൂളിലേക്ക് സ്രവണം നടക്കുന്നു. അതും റീനൽ ട്യൂബ്യൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഉള്ള എല്ലാ വേസ്റ്റിനെയും കിട്ടിക്കഴിയുമ്പോൾ ഇത് നേരെ നമ്മുടെ കളക്ടിങ് ഡക്റ്റ്, ശേഖരണ നാളിയിലേക്ക് വരും. അവിടെ അത് യൂറിനായിട്ട് സ്റ്റോർ ചെയ്യുന്നു.
മൂത്രമായിട്ട് സംഭരിക്കുന്നു. ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പത്തിലുള്ള ഫ്ലോ ചാർട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. അയോട്ട വഴി വരുന്ന രക്തത്തെ റീനൽ ആർട്ടറി നമ്മുടെ വൃക്കാധമനി സ്വീകരിക്കുന്നു. അവിടുന്ന് ഗ്ലോമറുലസിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അൾട്രാ ഫിൽട്രേഷൻ നടന്നു കഴിയുമ്പോൾ ഗ്ലോമറുലാൽ ഫിൽട്രേറ്റ് കിട്ടുന്നു. ആ ഫിൽട്രേറ്റ് നമ്മുടെ റീനൽ ട്യൂബ്യൂളിലൂടെ പോകുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു, റീ അബ്സോർപ്ഷൻ സെക്രീഷനും. വേണ്ടാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, രക്തത്തിൽ നിന്ന് റീനൽ ട്യൂബ്യൂളിലേക്ക് പോകുന്നു, സെക്രീഷൻ നടക്കപ്പെടുന്നു. ഈ പറയുന്ന റീനൽ ട്യൂബ്യൂളിൽ നല്ല സാധനം എന്തെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ റീഅബ്സോർബ് ചെയ്ത് തിരിച്ച് റീനൽ ആർട്ടറിയിലേക്ക് കൊണ്ടുപോകുന്നതും ഈ ഒരു റീഅബ്സോർപ്ഷൻ വഴിയാണ്. അത് റീനൽ ട്യൂബ്യൂൾ വൃക്കാനാളികയിലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് യൂറിൻ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അത് പെൽവിസ് വഴി യൂറട്ടർ മൂത്രവാഹി വഴി മൂത്രാശയത്തിലൂടെ പുറത്തൊക്കെ യൂറത്ര വഴി മൂത്രനാളി വഴി നമ്മൾ കളയുന്നു. ഇത്രയേ ഉള്ളൂ യൂറിൻ ഫോർമേഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത്. 3 സ്റ്റെപ്പാണ്: അൾട്രാ ഫിൽട്രേഷൻ സൂക്ഷ്മരിക്കൽ, റീഅബ്സോർപ്ഷൻ പുനരാഗിരണം, സെക്രീഷൻ ശ്രവണം. ഇത്രയും പഠിച്ചാൽ നിങ്ങൾ യൂറിൻ ഫോർമേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഭാഗത്ത് തന്നെ പഠിക്കേണ്ട 2 മാർക്കിന് വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റും യൂറിനും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസമാണ് നമ്മൾ റീഅബ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത്, പുനരാഗിരണം നടക്കുന്ന സമയത്ത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ള ഗ്ലൂക്കോസും അമിനോ ആസിഡും നല്ല നമുക്ക് ആവശ്യമായ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, അയണുകൾ ഉണ്ടെങ്കിൽ, വിറ്റാമിനുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റീഅബ്സോർബ് ചെയ്തെടുത്തു. അതിനെ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ചെടുത്തു കഴിഞ്ഞു. സെക്രീഷന് സമയത്തോ നമ്മുടെ ബ്ലഡിൽ ഉണ്ടായിരുന്ന ഇനിയും എന്തെങ്കിലും വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ എങ്ങോട്ടേക്ക് കൊടുത്തു, നമ്മുടെ ബ്ലഡിലേക്ക് കൊടുത്തു. അങ്ങനെ രക്തം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഇതൊക്കെ ഇവിടെ റീനൽ ട്യൂബ്യൂളിൽ വെച്ച് സെക്രീറ്റും ചെയ്യപ്പെട്ടു. അങ്ങനെ റീഅബ്സോർപ്ഷൻ സെക്രീഷൻ നടന്നു കഴിയുമ്പോഴാണ് ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷനും നമ്മുടെ യൂറിനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു ടേബിൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുന്നതാണ്. ക്ലിയർ ആയ മക്കളെ? ഈ 2 ഡിഫറൻസസും കൂടെ പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഒരു 20 മാർക്ക് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഷുവർ ആക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം റിവൈസ് ചെയ്യേണ്ട ഒരു ഭാഗം കൂടിയാണ്. ആൻഡ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് തരാം. നമ്മൾ 3 സ്റ്റെപ്പുകൾ പഠിക്കുന്നുണ്ട് ഈ ഒരു യൂറിൻ ഫോർമേഷൻ, മൂത്രം രൂപപ്പെടുന്നതിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ മൂത്രം രൂപപ്പെടുന്നതിൽ നമ്മൾ പറഞ്ഞില്ല, അഫറൻ വെസലും എഫറൻ വെസലും തമ്മിലുള്ള ഒരു വ്യത്യാസം കാരണമാണ് അവിടെ അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത്. എന്ത് വ്യത്യാസമാണ് അഫറൻ വെസലും ഇഫറൻ വെസലിനും ഉള്ളത്? അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് മിസ് തീർച്ചയായിട്ടും വരുന്നതാണ്. സോ വെയിറ്റ് അണ്ടിൽ ദെൻ, ബൈ.